അങ്കമാലി കറുകുറ്റിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്ന കേസിൽ അമ്മൂമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അങ്കമാലി പോലീസ് ആശുപത്രിയിലെത്തിയാണ് അമ്മൂമ്മ റോസ്ലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കുട്ടിയുടെ കഴുത്ത് മുറിക്കാൻ ഉപയോഗിച്ച കത്തി വീടിനകത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ഫോറൻസിക് വിഭാഗം വീട്ടിൽ പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഏറെ നടുക്കമുണ്ടാക്കിയ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം, ഇന്നലെ, അതായത് ഈ സമയത്ത് അങ്കമാലിയിൽ നിന്ന് നമ്മൾ കേട്ടത്. അമ്മൂമ്മ കുഞ്ഞിന് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നു, അതിനുശേഷം അവർ ജീവനെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇന്നലെ കേട്ടത് മാനസിക വിഭ്രാന്തിയാണ്, മാനസിക പ്രശ്നങ്ങളെ തുടർന്നാണ് ഇവർ ഈ രീതിയിലുള്ള ഒരു അതിക്രമം കാട്ടിയതെന്നാണ്. ഇക്കാര്യത്തിൽ പോലീസ് എന്താണ് പറയുന്നത്? ടോം, ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്നൊരു വിശദീകരണം ഇന്നലെ നമ്മൾ കേട്ടതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ്. കാരണം ഇവർ വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത്തരം പ്രശ്നങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ ഈ അമ്മൂമ്മ റോസ്ലി പ്രകടിപ്പിക്കുന്ന ഒരു ആളാണ്. അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം ഈ മരുന്നുകൾ കഴിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് ഇവർക്ക് പലപ്പോഴും ഈ രീതിയിലൊരു അസ്വസ്ഥതകൾ പ്രകടമാക്കുന്നത്. പക്ഷേ അത് ഏത് രീതിയിലെന്നൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇന്നലെ ഈ സംഭവം നടന്നത് വളരെ ദൗർഭാഗ്യകരം എന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവർക്ക് ഈ സോഡിയം ലെവൽ താഴ്ന്നു പോകുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അവർ വീണു പോകാറുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് വളരെ പെട്ടെന്നാണ് ഇത് സംഭവിക്കുന്നത്. ഇത് കുട്ടിയുടെ അമ്മ റൂത്ത് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ കുട്ടിയെ ഉറക്കിയതിന് ശേഷം അതിനോട് ചേർന്ന് തന്നെ, ആ ഭിത്തിയോട് ചേർന്നുള്ള കിടക്കുന്ന സമയത്ത് അമ്മൂമ്മയും ഒപ്പം തന്നെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ ആളുകളുള്ള സമയം തന്നെയാണ്. റൂത്തിൻ്റെ പിതാവും സമയത്ത് വീട്ടിലുണ്ട്. ഈ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. പെട്ടെന്ന് കരച്ചിൽ കേട്ടെത്തുമ്പോഴേക്കും ആ ഒരു സമയം കൊണ്ട് തന്നെ, ഇതെല്ലാം നിസ്സാര സമയം കൊണ്ട് തന്നെ കഴിഞ്ഞു. ആർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായില്ല, ഓടിക്കൂടിയവർക്കും. കാരണം ഈ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് ചോര വരുന്ന പാടാണ് ഉണ്ടായിരുന്നത്. ചോര വരുന്നുവെന്നതാണ്. ഒരിക്കലും ആരും പ്രതീക്ഷിക്കില്ലല്ലോ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ഇത് സംഭവിക്കുന്നതൊന്നും ഒരിക്കലും വിചാരിക്കാത്ത കാര്യവുമാണ്. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തുകയും മരണപ്പെടുകയും ചെയ്യുമ്പോൾ ഈ പരിശോധനകൾക്കിടയിലാണ് അവിടെ ഡോക്ടർമാർ ഈ കഴുത്തിൽ ഒരു മുറിപ്പെടുത്ത ഒരു പാട് കാണുകയും ഉടൻ തന്നെ അത് പോലീസിനെ അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്ത് വരികയും പിന്നീട് നടത്തിയ പരിശോധനയിലുമാണ് ഇത് മനസ്സിലാവുന്നത്. അതേസമയം തന്നെയാണ് ഇവർ ഈ റോസ്ലി എന്ന് പറയുന്ന അമ്മൂമ്മ അവരെ അബോധാവസ്ഥയിലേക്ക് ആവുകയും എല്ലാം തന്നെ ചെയ്തു, അവരുടെ രോഗം മൂലം. ഇങ്ങനെയാണ് ആ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അവരുടെ അറസ്റ്റ് ഇന്ന് പോലീസ് രാവിലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ അവർ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. ആശുപത്രിയിലാണെങ്കിലും പോലീസിൻ്റെ നിരീക്ഷണത്തിലും കസ്റ്റഡിയിലും എല്ലാം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ അങ്കമാലി പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും മറ്റ് തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും. അവിടെ ഈ തുടർ നടപടികളിൽ കൊലപാതകം, അതിൽ ഏതെല്ലാം വകുപ്പുകൾ ചേർക്കണമോ എന്നതെല്ലാം ഇവരുടെ ഈ ആരോഗ്യസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടിൻ്റെയും എല്ലാം തന്നെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികളെല്ലാം തന്നെ ഉണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള ഒരു പരിശോധന, ഏതെല്ലാം വകുപ്പുകൾ ചേർക്കണമെന്നതെല്ലാം സംബന്ധിച്ച ഡോക്ടർമാരുടെ റിപ്പോർട്ട് കിട്ടുന്നതനുസരിച്ചെല്ലാം തന്നെയായിരിക്കും ഉണ്ടാകുക. ഏതായാലും അവർ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളുണ്ടാകും. കുട്ടിയുടെ മൃതദേഹം ഏതാണ്ട് 12:30 മണിയോടുകൂടിയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. ആ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കറുകുറ്റിയിലുള്ള അവരുടെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അങ്കമാലിയിലെ വളരെ സങ്കടകരമായൊരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ആ കുടുംബത്തെ സംബന്ധിച്ച് ആ വേദന, ആ വിഷമം താങ്ങാൻ കഴിയില്ലെന്നറിയാം. പ്രത്യേകിച്ചും ഒരു അമ്മൂമ്മയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ചും ഒരു പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന കാര്യത്തിൽ കൂടി കുറച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് ഒരുപക്ഷെ ഒരു വിശദമായി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുമായിരിക്കും. ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഇത്തരം മാനസിക വിഭ്രാന്തി കാണിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നോ റോസ്ലി? ഈ റോസ്ലിക്ക് മാനസിക പ്രശ്നങ്ങൾ, ഈ കടുത്ത വിഷാദം മൂലം ചില അസ്വസ്ഥതകൾ പ്രകടമാക്കുമെങ്കിൽ പോലും ഈ രീതിയിലുള്ള ഒരു ഉപദ്രവമോ അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നതോ ഈ രീതിയിലേക്ക് സംശയിക്കപ്പെടാവുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്നലെ ലഭിക്കുന്ന ആ ഒരു പരിമിതമായ സമയത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. ചുറ്റുപാടുകളുള്ള വീട്ടുകാർ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അവരിൽ നിന്നെല്ലാം ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. പോലീസിനും ഇതിനു മുൻപ്
ആ ഒരു സംഭവങ്ങൾ, ഒരു പ്രീ ഇൻസിഡൻസ് ഒന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. ആ പോലീസ് ചുറ്റുപാടും അന്വേഷിക്കുമ്പോൾ അത്രമില്ല. ഇവർക്ക് ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്ന അവരുടെ അസുഖത്തിൻ്റെതായ രീതിയിൽ ഡിപ്രഷൻ, വിഷാദത്തിലേക്കെല്ലാം പോകുമ്പോഴുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇതുവരെയും മറ്റു രീതിയിലുള്ള പ്രകോപനപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അപായപ്പെടുത്തുന്ന രീതിയിലോ ഒക്കെ നയിക്കുന്ന സാഹചര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ നാട്ടുകാർ പറയുന്നത്. ഒരുപക്ഷെ ആ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതലൊരു അന്വേഷണം ഈ ദിവസങ്ങൾക്ക് ശേഷം, അതായത് അപ്പോൾ കുട്ടിയുടെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനുശേഷം പോലീസ് ചുറ്റുപാടുകളിൽ വിശദമായൊരു അന്വേഷണം നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെയും അങ്ങനെ മുൻപ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയെ അമ്മൂമ്മയെ ഏൽപ്പിച്ചിട്ട് റൂത്തിൻ്റെ അമ്മയാണിത്, ആ കുട്ടിയുടെ മാതാവിൻ്റെ അമ്മയാണ് അത്. അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ചോദ്യമെല്ലാം തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. തീർച്ചയായും ഇത്തരം ഈ വിഷാദ രോഗങ്ങളിലേക്ക് എല്ലാം പോകുന്നവരെ എത്രയോടെ കരുതലോടെ കാണേണ്ടതുണ്ട്, അവരെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, അവരെ ഈ വൈദ്യപരിശോധനയും അടക്കം അവരെ നിരീക്ഷണത്തിലേക്ക് വരുത്തേണ്ടതുണ്ട് എന്നൊരു ചൂണ്ടുപലക കൂടിയാണ് ഈ സംഭവം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കരുതലോടെ കാണേണ്ട ഇടങ്ങൾ പലയിടത്തും കുടുംബങ്ങളിലും തന്നെ ഉണ്ട് എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ടോം. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.